ദില്ലി ദാലിയുടെ മറ്റൊരു ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. ലയണൽ മെസ്സി അവർ വിചാരിക്കുന്നത് അവർക്ക് നിന്നെ അറിയാമെന്നാണ്. അമേരിക്കൻ കവിയും എഡിറ്ററും വിവർത്തകനുമായ റോവൻ റിക്കാർഡോ ഫിലിപ്സ് 2019 ദ പാരീസ് റിവ്യൂവിൽ എഴുതിയ ധ്യാനനിർഭരമായ ഒരു ലയണൽ മെസ്സി ആദരക്കുറിപ്പിൻ്റെ മലയാള പരിഭാഷയാണ് ഈ ലക്കം ദില്ലി ദാലിയുടെ പോഡ്കാസ്റ്റ്. 1974 ജനിച്ച റോവൻ ഫിലിപ്സ് സ്റ്റോണി ബ്രൂക്സ് സർവകലാശാലയിൽ ഇംഗ്ലീഷ് പ്രൊഫസറാണ്. പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയുടെ കണ്ടംപററി പോയട്രിയുടെ എഡിറ്ററുമാണ്. ലയണൽ മെസ്സി അവർ വിചാരിക്കുന്നത് അവർക്ക് നിന്നെ അറിയാമെന്നാണ് എന്ന പോഡ്കാസ്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദില്ലി ദാലി പോഡ്കാസ്റ്റിൻ്റെയും ആമുഖമായി ഞാൻ പറയാറുള്ള ഒരു അപേക്ഷ നിങ്ങളുടെ മുന്നിൽ ഒരിക്കൽ കൂടി വയ്ക്കുകയാണ്. ദില്ലി ദാലി എന്ന ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വിനീതമായ സാംസ്കാരിക സംരംഭവുമായി സഹകരിക്കണം എന്നാണ് ആ അഭ്യർത്ഥന. ലയണൽ മെസ്സി അവർ വിചാരിക്കുന്നത് അവർക്ക് നിന്നെ അറിയാമെന്നാണ്. സ്പെയിനിലെ സെവില്ലിയിലെ വെയിലുള്ള ഒരു ശനിയാഴ്ച ഉച്ചനേരത്ത്, അല്ലെങ്കിൽ ന്യൂയോർക്കിലെ മേഘാവൃതമായ ഒരു പ്രഭാതത്തിൽ, അതുമല്ലെങ്കിൽ ടോക്കിയോയിൽ അർദ്ധരാത്രി പിന്നിട്ട ഒരു നേരത്ത്, അല്ലെങ്കിൽ ഐവറി കോസ്റ്റിലെ അബിഡ്ജാൻ നഗരത്തിലെ ഒരു ശനിയാഴ്ചയിൽ. ഇങ്ങനെയാണ് നീ ഇപ്പോൾ ജീവിക്കുന്നത്. നിൻ്റെ ജീവിതത്തിൻ്റെ പാതിയിലേറെയും നീ ജീവിച്ചത് ഇങ്ങനെയൊക്കെയാണ്. നീ എപ്പോഴും ഏതെങ്കിലും ഒരിടത്തായിരിക്കും കളിക്കുകയായിരിക്കും, ഫുട്ബോൾ കളിക്കുകയായിരിക്കും. അതായത് നീ നിൻ്റെ ജോലി ചെയ്യുകയാണ്. നിൻ്റെ ജോലി കളിക്കുക എന്നുള്ളതാണ്. നീ ചിലപ്പോൾ ഒരിടത്താണ്, അതേസമയം നീ സാധ്യമായ എല്ലായിടങ്ങളിലുമാണ്. എല്ലായ്പ്പോഴും എതിരാളികളാൽ വളയപ്പെട്ട്, ചിലപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ കേഴ്സർ പോലെ പിന്തുടരപ്പെട്ട്, മറ്റു ചിലപ്പോൾ നിൻ്റെ ഏറ്റവും കൂടിയ ഓട്ടവേഗം വരെ രേഖപ്പെടുത്തിയ അക്കങ്ങളുടെ ഡിജിറ്റൽ പുതപ്പായി നീ മാറുന്നു. നീ നടക്കുന്ന, അതെ, മിക്കവാറും നീ ഈ പുൽമേട്ടിൽ നടക്കുകയാണ്. ഒരു രോമക്കുപ്പായം പോലെ മിനുസപ്പെട്ട ഈ പുൽമേട്ടിൽ സ്വതന്ത്രനായി അഴിച്ചുവിടപ്പെട്ട ഒരു ചിത്രകാരനെ പോലെ, മറ്റെല്ലാവരും വൈകിപ്പോയ ഏതോ ഒരു മീറ്റിങ്ങിലേക്ക് ഓടിയെത്തുന്നത് പോലെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, പാഞ്ഞോടുമ്പോൾ നീ എപ്പോഴും പതുക്കെ നടക്കുകയാണ്. എന്നാൽ ആ പുൽമേട് ഞങ്ങൾക്ക് അപകടം നിറഞ്ഞ ഒരു കറുത്ത മഞ്ഞുപാളിയാണ്. അപകടങ്ങൾ പതിയിരിക്കുന്ന കറുത്ത മഞ്ഞുപാളി. ഞങ്ങൾ നിന്നെ അവിടെ കാണുന്നു. ഡേറ്റ പീഡിപ്പിക്കുന്ന ഒരാളെപ്പോലെ, സ്ഥിതിവിവരക്കണക്കുകൾ പീഡിപ്പിക്കുന്ന ഒരാളെപ്പോലെ നിന്നെ ഞങ്ങളവിടെ കാണുന്നു. ഞങ്ങൾ നിന്നെ എപ്പോഴും ഒരു പ്രതിരൂപമായിട്ടാണ് കാണുന്നത്. ആ പ്രതിരൂപം പറയുന്നത് കൊണ്ട് ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു. ആ പ്രതിരൂപം പറയുന്നത് കൊണ്ട് ഞങ്ങൾ ചിലപ്പോൾ നിന്നെ വെറുക്കുന്നു. പ്രഭാഷകരും അലറുന്നവരും നിന്നെക്കുറിച്ച് അവരുടെ വാക്കുകൾ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ചിലർക്കാകട്ടെ നിന്നിൽ യാതൊരു താല്പര്യവുമില്ല. പക്ഷേ ആ പ്രതിരൂപം ഞങ്ങളെ ഉറപ്പായും നിൻ്റെ പേര് എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൽ നിന്ന് ഞങ്ങൾ ആനന്ദം കണ്ടെത്തുന്നു, സ്നേഹം കണ്ടെത്തുന്നു, വെറുപ്പ് കണ്ടെത്തുന്നു, നിസ്സംഗത കണ്ടെത്തുന്നു. സെവിയയിലെ വെയിൽ നിറഞ്ഞ ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് നീ ഒരേ പുൽത്തകടിയിൽ നിൽക്കുകയാണ്. ഒരു കളി കളിക്കുന്നു, അതായത് നിൻ്റെ ജോലി ചെയ്യുന്നു, ഒരു കളി കളിക്കുന്നു. ഒരു പന്ത് വായുവിലൂടെ നിൻ്റെ നേർക്ക് ഒഴുകിയെത്തുന്നു. നീ ഒരിടത്താണ്, നീ എല്ലായിടങ്ങളിലുമാണ്. നിൻ്റെ പേര് നിൻ്റെ തോളലുകൾക്കിടയിൽ മുദ്ര കുത്തിയിരിക്കുന്നു. നീ പന്തിന് പുറംതിരിയുന്നു. എന്നാൽ ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം നീ ആരാണെന്ന്. നീ ശരീരത്തെ ബാലൻസ് ചെയ്യിക്കുന്നു. നീ ഏകാഗ്രമാകുന്നു. നീ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിനെ ഞങ്ങൾ എന്തു പേര് ചൊല്ലി വിളിക്കും? ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് നീ എൻ്റെ തെരുവ് മൂലയിലെ ആരും അറിയാത്ത ഒരു കുട്ടിയായിരുന്നു. ആ മൂലയിലെ ഒരു കടയുടെ മുന്നിലിരുന്ന്
അക്വാറിയസ് സിപ്പ് ചെയ്യുന്ന കുടിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി. 3-ാം നമ്പർ കാർലസ് തെരുവിലൂടെ സുഹൃത്തിൻ്റെ പഴയ കാറിൽ തല പുറത്തിട്ട് യാത്ര ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു നീ. സോഷ്യൽ മീഡിയ അത്ഭുത പ്രതിഭകളെ നിർദ്ദയരായ സെലിബ്രിറ്റികളാക്കി മാറ്റുന്നതിന് മുൻപുള്ള അവസാനത്തെ അത്ഭുത കുട്ടികളിൽ ഒരാളായിരുന്നു നീ. അപ്പാർട്ട്മെൻറ്റിൽ ഇൻ്റർനെറ്റ് ഇല്ലാതിരുന്ന കാലങ്ങൾ, ഒരു ചോക്ലേറ്റും 2 സ്പോർട്സ് പത്രങ്ങളും വാങ്ങിയിട്ട് അക്ഷരം പ്രതി വായിച്ചിരുന്ന ആ ദിവസങ്ങൾ. എൻ്റെ വീടിൻ്റെ ഒരു ബ്ലോക്ക് അകലെയായിരുന്നു നിൻ്റെ ടീമിൻ്റെ പരിശീലനം. നീ ആരാണെന്ന് എനിക്കറിയാമായിരുന്നു. എനിക്കത് അറിയാമെന്ന കാര്യം തന്നെ എനിക്ക് വളരെ വിചിത്രമായി തോന്നിയിരുന്നു. ദിവസം തോറും ഞാൻ നിന്നെ അവിടെ കണ്ടു, ഒരേ സോഫ്റ്റ് ഡ്രിങ്കുമായി ഒരേ ഇടവേളയിൽ. ബാഴ്സലോണയിലെ ഒരു തെരുവുമൂലയിൽ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്ന ഒരു കുട്ടിയെപ്പോലെ തോന്നിച്ചു നീ. വിനോദസഞ്ചാരികൾ നിന്നെ കാണുകയും കാണാതിരിക്കുകയും ചെയ്തു. സ്റ്റേഡിയത്തിന് ഇത്ര അടുത്തായിട്ടും ഏതോ മാന്ത്രികതയാൽ കാഴ്ചയിൽ നിന്നും മറഞ്ഞു പോയവനെ പോലെ. അപ്പോഴേക്കും ഞങ്ങൾ രണ്ടുപേരും പരസ്പരം തലകുനിച്ച് നിശബ്ദമായി അഭിവാദ്യം കൈമാറുവാൻ പഠിച്ചു കഴിഞ്ഞിരുന്നു. വളരെ നന്നായി പഠിച്ചു കഴിഞ്ഞിരുന്നു. വ്യത്യസ്ത കാരണങ്ങളാൽ ഞങ്ങൾ തലകുനിക്കും, ഞാൻ നടന്നു പോകും. നീ കയ്യിലുള്ള അക്വേറിയസ് കഴിച്ചു തീർത്തിട്ട് കാലുകൊണ്ട് തട്ടിക്കളിക്കാൻ പറ്റിയ എന്തെങ്കിലും നടപ്പാതയിൽ തിരഞ്ഞ് നടക്കുമായിരുന്നു. സെവിയയിലെ വെയിൽ നിറഞ്ഞ ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് നിൻ്റെ ടീം സുന്ദരമായ നിശ്ചലതയുടെ കലയെ പൂർണ്ണതയിൽ എത്തിക്കുകയായിരുന്നു. മോശമായിരുന്നില്ല കളി, നല്ലതുമായിരുന്നില്ല. സ്വർണം പ്രതീക്ഷിച്ചെടുത്ത് മഞ്ഞ നിറം മാത്രം കിട്ടിയതുപോലെ. തുടർച്ചയായി 5 നിസാര കളികൾ. എന്നാൽ യഥാർത്ഥ നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല. നിൻ്റെ സഹതാരങ്ങളെല്ലാവരും ക്ഷീണിതരാണ്, മടുത്തവർ. വർഷത്തിലെ ഏറ്റവും വിരസമായ കാലഘട്ടത്തിലൂടെ നീന്തിക്കിടക്കുന്നവർ. വേദനയോടും മടുപ്പിനോടും മുഷിപ്പിനോടും സ്വന്തം അസ്തിത്വ ചോദ്യങ്ങളോടും പോരാടിക്കൊണ്ടിരിക്കുന്നവർ. എന്നിട്ടും ലീഗിൽ 1-ാം സ്ഥാനത്ത് എപ്പോഴും നിങ്ങൾ തന്നെ. മറ്റെല്ലാ തിളങ്ങുന്ന ടൂർണമെൻറ്റുകളും ഇപ്പോഴും കൈയെത്തുന്ന ദൂരത്ത്. ഒരു സോഫിയ കപ്പോള സിനിമയിലെ സമ്പന്നമായ വിരസത പോലെ നീ നോക്കി നിൽക്കുന്നു. എല്ലാം ശരിയാണ്, പക്ഷേ കളി കഴിഞ്ഞും ഒരു ഗോളും വരാതിരിക്കുമ്പോൾ പുകയുടെ ഗന്ധം കൂടുതൽ ശക്തമാകുന്നു. അപ്പോഴാണ് നീ പന്ത് നഷ്ടപ്പെടുത്തുന്നത്. സ്വന്തം ഹൃദയം നഷ്ടപ്പെടുത്തുന്നത് പോലെയാണ്. സാധാരണതയിൽ അസാധാരണമായ എന്തോ ചെയ്യാൻ ശ്രമിച്ചു. അത് വിജയിച്ചില്ല. പന്ത് പോയി. എതിർ ടീം അത് സ്വന്തമാക്കി ഓടി. ഇപ്പോൾ നിങ്ങൾ പിന്നിലാണ്. 1 മിനിറ്റ് കടക്കുന്നു, മറ്റൊരു മിനിറ്റ് കടക്കുന്നു. ആരും നിന്നെ കുറ്റം പറയില്ല. പറഞ്ഞാലും അങ്ങനെ ഒരർത്ഥം അവർ ഉദ്ദേശിച്ച് കാണുകയുമില്ല. സെവിയയിലെ വെയിൽ നിറഞ്ഞ ഒരു ശനിയാഴ്ചയാണ്. തോറ്റാലും ലോകമൊന്നും മാറിപ്പോകാൻ പോകുന്നില്ല. റിപ്പോർട്ടർമാർ പഴയ പ്രതിസന്ധി കഥകളിലെ പൊടി തട്ടിയെടുത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും. പഴയ അഭ്യൂഹങ്ങൾക്ക് പുതിയ മിനുക്കുപണി നൽകും. കഴിഞ്ഞ ആഴ്ച ചോദിച്ച ചോദ്യങ്ങൾ വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയാണല്ലോ എല്ലാവരുടെയും അന്നം മേശപ്പുറത്ത് എത്തുന്നത്. നിങ്ങൾ തോറ്റുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് മിനിറ്റുകൾ കൂടി കടക്കുന്നു. കളിയുടെ 4/1 പിന്നിടുന്നു. അപ്പോൾ നീ കളിയിലേക്ക് വളരാൻ തുടങ്ങുന്നു. നീ ഒരു ദർശനം കാണാൻ തുടങ്ങുന്നു. നിനക്ക് ഒരു കാഴ്ചപ്പാട് ലഭിക്കുന്നു. നിൻ്റെ ഇടതുവശത്ത് ഒരു മനുഷ്യൻ നിൽക്കുന്നതായി നീ സങ്കല്പിക്കുന്നു. ഒരു നീല തിമിംഗലത്തിൻ്റെ നീളം അകലത്തിൽ. അവൻ്റെ കാലരികിൽ പന്തുണ്ട്. ഒരു നിമിഷം ചിന്തിക്കാൻ അയാൾക്ക് സമയം കിട്ടും. വെളുത്ത ജേഴ്സികളുടെ സമുദ്രത്തിനിടയിൽ സ്വപ്നം പോലെ മിന്നിമറയുന്ന നിന്നെ അവൻ കാണുന്നു. നിന്റെ ചുറ്റും 5 ജോഡി കൈകളും കാലുകളും ശ്വാസകോശങ്ങളും ഭീതിയും. എന്തെങ്കിലും സംഭവിച്ചാൽ മതിയെന്നാണ് അവയുടെ ആഗ്രഹം. അവർ കരുതുന്നു അവൻ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് അവർക്കറിയാമെന്ന്. അവർ നിന്നെ അറിയുന്നു, അല്ലെങ്കിൽ അങ്ങനെ കരുതുന്നു. ഒരു ദൈവത്തെപ്പോലെ നീ അദൃശ്യനാണ്. ഒരു ദൈവത്തെപ്പോലെ ശക്തനാണ്. നിൻ്റെ ഇടതുവശത്ത് ഒരാൾ നിൽക്കുന്നു, ഒരു മഴവില്ലിൻ്റെ വീതിയോളം അകലെ. നീ നിൽക്കുന്നത് ശൂന്യതയുടെ ഇടത്തിലാണ്. നിൻ്റെ മുന്നിൽ 3 പേർ. ഗോൾമുഖം മതിലുപോലെ അടച്ചു പിടിച്ചുകൊണ്ട് അവർ നിന്നെ ഉറ്റുനോക്കുന്നു. ഇരുവശങ്ങളിലും ഓരോരുത്തർ വീതം. ഗോൾ വരയിൽ വേട്ടക്കാരൻ്റെ ഓറഞ്ച് നിറമുള്ള വേഷത്തിൽ മറ്റൊരാൾ ഉയർന്നു നിന്ന് നിൻ്റെ ഓരോ ചലനവും അളക്കുകയാണ്.
ഈ നിമിഷത്തിൽ നിനക്കൊരു പാസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് അവർ നിന്നെ കൃത്യമായി കണക്കിലെടുത്തിട്ടുണ്ട്. നീ നിൽക്കുന്ന ഇടത്തു നിന്ന് ഒരു ദോഷവും സംഭവിക്കില്ല എന്നവർ വിശ്വസിക്കുന്നു. പന്ത് നിൻ്റെ കാലിലെത്താനുള്ള ഏക സാധ്യത നിന്നെ വളഞ്ഞു നിൽക്കുന്ന ഈ മനുഷ്യർ നിന്നിലേക്ക് എത്തുന്നതിനേക്കാൾ വേഗത്തിൽ അത് നിന്നെ കണ്ടെത്തുക എന്നത് മാത്രമാണ്. ഇതാണ് ഫുട്ബോൾ ഭാഷയിൽ ഹോസ്പിറ്റൽ പാസ്. ഒടിഞ്ഞ കാലുകളുടെയും തെറിച്ച സന്ധികളുടെയും പരിക്കേറ്റ തലച്ചോറുകളുടെയും നിമിഷമാണത്. എന്നിട്ടും വ്യാഴത്തിൻ്റെ ആകാശപരിധിക്കുള്ളിലെ സകലവും വ്യാഴത്തിൻ്റേതായിരിക്കും എന്നതുപോലെ ആ പന്ത് നിൻ്റേതായി മാറുന്നു. എപ്പോഴാണ് നിൻ്റെ ഈ ശീലങ്ങളെല്ലാം വസ്തുതകളായി മാറുന്നത്? പന്ത് നിൻ്റെ അടുത്തെത്തുന്നു. അര ഉയരത്തിൽ ഇടതുകാൽ ഉയർത്തി നീ അതിനെ സ്വീകരിക്കുന്നു. പന്ത് ഗോൾ പോസ്റ്റിൻ്റെ മുകളിലെ മൂലയെ കണ്ടെത്തുന്നു. മനുഷ്യരുടെ മനസ്സിലുള്ള അസാധ്യ ഗോളിൻ്റെ സ്വപ്നത്തിനു പോലും ഈ ഗോളിൻ്റെ അത്ര കൃത്യതയില്ല. നിനക്കിപ്പോൾ അതേക്കുറിച്ച് അറിയാം, ഇത് ആഘോഷിക്കേണ്ട നിമിഷമാണെന്ന്. അല്ലെങ്കിൽ പെട്ടെന്ന് എന്തോ ഒന്ന് ഓർമ്മ വന്നതുപോലെ നിനക്ക് അതിരുകളില്ല എന്ന കാര്യം ഓർമ്മ വന്നതുപോലെ. ഇക്കാര്യമെല്ലാം അറിയാവുന്ന പ്രപഞ്ചം ഇത് കണ്ട് മന്ദഹസിക്കുകയാണ്. അതിനെ അതിൻ്റേതായ വഴിക്ക് വിട്ടാൽ അത് സ്വന്തം വിശേഷണങ്ങളെ പൊഴിച്ചു കളയും. വീണ്ടും നിൻ്റെ ടീം പിന്നിലാകുമ്പോൾ നീ അതുതന്നെ ചെയ്യും. ഇത്തവണ മറുകാലുകൊണ്ട്. നിൻ്റെ വലതുവശത്ത് ഒരാൾ നിൽക്കുന്നതായി നീ സങ്കല്പിക്കും. ഒരു കടലാസി വിമാനത്തിൻ്റെ പറക്കൽ ദൂരം അകലെ. ഇത്തവണ പന്ത് ഉരുണ്ടാണ് നിന്നിലേക്ക് എത്തുക. മറുമൂലയിലേക്ക് ഒരു വളഞ്ഞ ഷോട്ട് നീ കൈക്കുഞ്ഞിനെ താലോലിക്കുന്നത് പോലെ അയക്കും. അത്ര മൃദുവായി. അവിടെ ഒരു മുട്ട തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ പോലും അത് പൊട്ടുമായിരുന്നില്ല. അത്ര മൃദുവായി. കളി വിധിക്കപ്പെടേണ്ട അവസാന നിമിഷത്തിൽ തിരിച്ചു വന്ന പന്തിൻ്റെ അക്രമാസക്തമായ ദിശമാറ്റം മറ്റാരേക്കാളും മുമ്പ് നീ കാണും. അപ്പോൾ നീ ഓടും. അല്പം മാത്രം. എപ്പോൾ ഓടണമെന്നും എപ്പോൾ നടക്കണമെന്നും നിനക്കറിയാം. പാഞ്ഞു വരുന്ന ഗോൾ കീപ്പറുടെ മുകളിലൂടെ ശാന്തമായി നീ പന്ത് കോരി ഉയർത്തും. 3 ഗോളുകൾ. 50ാം തവണ. ബാഴ്സലോണ ജേഴ്സിയിൽ 108 ഗോളുകൾ. ഇനിയും എത്രയോ സമയം ബാക്കിയുണ്ട്. പ്രതിരോധ നിരയ്ക്ക് മുകളിലൂടെ ആദ്യ സ്പർശത്തിലൊരു ലോ പാസ് ഗോളിനായി വിശന്നിരിക്കുന്ന നിൻ്റെ കൂട്ടുകാരൻ സുവാരസിന് തലയിണയിൽ വെച്ചു കൊടുക്കുന്ന 4ാമത്തെ ഗോൾ. അതിനുശേഷം നീ കളിയെ ഉറക്കത്തിലാക്കും. നിനക്ക് ഇത് മറ്റൊരു കളി മാത്രം. എനിക്കും. എന്നിട്ടും 15 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ സംസാരിച്ചത് ഈ ഒരു നിമിഷത്തെക്കുറിച്ചായിരുന്നില്ലേ? ലയണൽ, നിനക്കെന്നെ അറിയില്ല, പക്ഷെ എനിക്ക് നിന്നെ അറിയാം എന്നും. ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ മുന്നിൽ ഇങ്ങനെ വെറുതെ നിനക്ക് നിൽക്കാൻ കഴിയുന്ന ദിവസങ്ങൾ എണ്ണപ്പെട്ടതാണെന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നതല്ലേ? അതുകൊണ്ടാണ് ഇപ്പോൾ പറയാൻ കഴിയുമ്പോൾ ഞാൻ കണ്ട ഒരു സ്വപ്നത്തെക്കുറിച്ച് നിന്നോട് ഇപ്പോൾ പറയണമെന്ന് തോന്നുന്നത്. 15 വർഷങ്ങൾക്ക് ശേഷം ലോകം കണ്ടിട്ടുള്ള ഏറ്റവും മഹത്തായ 3 ഗോളുകൾ നീ നേടും. അതിനുശേഷം ഞങ്ങൾ മുന്നോട്ട് പോകും. ഇപ്പോഴതൊക്കെ ഞങ്ങൾക്ക് പതിവായി എന്നതുപോലെ. കാരണം നീ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഞങ്ങളുടെ ഭാഷയിൽ വാക്കുകളില്ല. അതാദ്യമാകില്ല, അത് അവസാനവുമാകില്ല. പക്ഷേ ഇന്ന് എന്ന ഈ ദിവസത്തിൽ ഇതൊന്ന് നിന്നോട് പറയണമെന്ന് തോന്നി. അമേരിക്കൻ കവിയും എഡിറ്ററും വിവർത്തകനുമായ റോവാൻ റിക്കാർഡോ ഫിലിപ്സ് 2019 ദ പാരീസ് റിവ്യൂവിൽ എഴുതിയ ഒരു ലേഖനമാണ്. ധ്യാനാത്മകമായ ഒരു ലയണൽ മെസ്സി ആദര കുറിപ്പാണ്. ലയണൽ മെസ്സി അവർ വിചാരിക്കുന്നത് അവർക്ക് നിന്നെ അറിയാമെന്നാണ്. ആ ലേഖനത്തിൻ്റെ മലയാള പരിഭാഷയാണ് ലയണൽ മെസ്സിക്കുള്ള ആദരമായി ദില്ലി ദാലി പോഡ്കാസ്റ്റ് ഇപ്പോൾ അവതരിപ്പിച്ചത്. കേട്ട സുമനസ്സുകൾക്ക് നന്ദി. സ്നേഹപൂർവ്വം, എസ് ഗോപാലകൃഷ്ണൻ.